ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ, കൂടാതെ ആരൊക്കെയാണ് അകത്ത് പോയിട്ടുള്ളത്, ഇന്ന് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലോട്ട് പോകാം. നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ എൻട്രി അടിപൊളി, നല്ല മാസ് എൻട്രി ആയിരുന്നു. ഓരോ സീനും അത്രയും കോരിത്തെരിപ്പിക്കുന്നത്, ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസ്, അതും ഭയങ്കര വെറൈറ്റിയാണ്. ഒത്തിരി സ്പേസ് എടുത്തിട്ടാണ് അവർ ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫുഡ് ഡൈനിങ് ഏരിയ ആയാലും, കൂടാതെ നമ്മൾ ഉറങ്ങുന്ന റൂം, സ്ലീപ്പിംഗ് റൂമായാലും ഭയങ്കര നല്ല ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സൗണ്ട് ബിഗ് ബോസ് നമ്മൾ സീസൺ 1 മുതൽ 6 വരെ കേട്ട സൗണ്ട് അല്ല നമുക്ക് ഈ ഒരു സീസൺ 7 അത് മറ്റാരോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ടിന് നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് ഹൗസിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ ഒരു വീഡിയോ കാണുക, നമ്മുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. കൂടാതെ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് എൻട്രി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ആങ്കറായിട്ട് നിന്നത് നമ്മുടെ റെനീഷയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ റെനീഷ അത് കൈകാര്യം ചെയ്തു. ഇനി ടോട്ടലി 19 പേരാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്ന് എൻട്രി ആയിട്ടുള്ളത്. 19 പേരാണ്. ഈ 19 പേരിൽ ഒരാളാണ് കോമണർ ആയിട്ടുള്ളത്. ബിഗ് ബോസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ തള്ളി കേസും ഉണ്ട്. കൂടാതെ ഓരോന്നിന്നും നമ്മൾ ഓരോന്ന് പറക്കിയെടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഇതിൽ അതായത് ആദ്യം ഈ ഒരു വീടിനുള്ളിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മുടെ കോമണറിനാണ്. കോമണറിൻ്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അനീഷാണ്. ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത്. ഇദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനത്തെ ഒരു പ്രചോദനമാണ് കൊടുക്കേണ്ടതെന്ന് ലാലേട്ടപ്പോൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, അതായത് ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, അപ്പോൾ അത് റിലേറ്റഡ് തന്നെ കുറച്ച് കാര്യങ്ങളാണ് ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത്, എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആവാം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സത്യം അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ശരിയാണ് വന്നത്. അത് മാത്രമല്ല ഗീസ്, തള്ളുന്നതിനും കുറച്ച് പരിധിയുണ്ട് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ എനിക്കങ്ങനെ തോന്നിയില്ല. ഈ ഒരു കോമണറിൽ തോന്നി. ഇദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. പക്ഷേ 5 വർഷമായിട്ട് ഇദ്ദേഹം ഗവൺമെൻറ് ജോലിക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ വർഷം ബിഗ് ബോസിൽ കിട്ടും, അടുത്ത വർഷം ബിഗ് ബോസിൽ കിട്ടും, ഇങ്ങനെ ഓരോ വർഷം എണ്ണി ഇരിക്കുവാണ്. അപ്പോൾ ഈ 5 വർഷമായിട്ടും ഇദ്ദേഹം ഗവൺമെൻറ് ജോലിക്ക്, അതായത് ജോലിക്ക് പോകാതെ ലീവ് എടുത്തിരിക്കുകയാണ്. അതിന് കാരണം ഈ ഒരു ബിഗ് ബോസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് എന്നാണ്. കുറച്ച് പറയുമ്പോൾ കുറച്ച് ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. ഇത് എൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ ലൈവ് കണ്ട എല്ലാവരും ഇതിന് താഴെയിട്ട കമൻ്റാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബിഗ് ബോസ് ഹൗസിന് ഫസ്റ്റ് എൻ്റർ ആയത് നമ്മുടെ ഈ അനീഷാണ്. അതിനുശേഷം സെക്കൻഡ് വരുന്നത് നമ്മുടെ അനുമോളാണ്. അപ്പോൾ അനുമോൾ വരുമ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരാളെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഹൗസിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവരെ ജസ്റ്റ് ആ ഒരു ഇതിൽ നമ്മൾ വെൽക്കം ചെയ്യണം. പക്ഷേ ഇദ്ദേഹം ചെയ്ത് അങ്ങനെയല്ല. അനുമോൾ കയറി വന്നപ്പോൾ തന്നെ നെഗറ്റീവായിട്ടുണ്ട്. അയ്യോ വീഡിയോയിൽ കാണാൻ കൊള്ളാമല്ലോ, നേരിട്ട് അങ്ങനെ അത്ര ഗ്ലാമറൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീകളടുത്തൊരു വിരോധമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ രണ്ടാമത് വന്നത് അനുമോളാണ്. ബാക്കി വന്നവരുടെ എല്ലാവരുടെയും ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫോട്ടോ സഹിതം ഞാൻ കാണിക്കാം. നിങ്ങൾ എന്തായാലും അത് കണ്ടു നോക്ക്. ഇതാണ് ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ്, അതായത് കോമണറാണ്, അനീഷ് എന്നാണ് പേര്. രണ്ടാമത് അനുമോളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ആയിട്ടുള്ളത്. മൂന്നാമത് ആര്യൻ കത്തോറിയ, ഇത് ആക്ടറും ക്രിക്കറ്റ് കളിക്കാരനുമാണ്. നാലാമത് നമ്മുടെ കലാഭവൻ സരിതയാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അടുത്തത് അക്ബറാണ്, സിംഗറാണ്. നെക്സ്റ്റ് RJ ബിൻസി ആറാമതാണ് ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ആയത്. നെക്സ്റ്റ് ബിൻസിയാണ്. അതിനുശേഷം വരുന്നത് അഭിലാഷാണ്, ആക്ടറും ക്രിക്കറ്റ് പ്ലെയറുമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് റെന ഫാത്തിമയാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് മുൻഷി രഞ്ജിത്താണ്. നെക്സ്റ്റ് വരുന്നത് ജിസേലാണ്, അതായത് മോഡലും ബിസിനസ്സുകാരിയുമാണ് ഈ ഒരു ജിസേൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശാരികയാണ്. ശാരികയും നമുക്ക് BB ഹൗസിൽ എൻ്റർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഷാനവാസാണ്. പിന്നെ വരുന്നത് നെവിനാണ്. നെവിൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നോറ ആൻഡ് ആദില എന്നീ കപ്പിളാണ്.
നെക്സ്റ്റ് 17ാമത് കയറിയത് ശൈത്യയാണ്. അത് കഴിഞ്ഞിട്ട് 18ാമത് നമ്മളെല്ലാവരും കാത്തിരുന്ന രേണു സുധിയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ആയിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് അപ്പാനി ശരത്താണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ആയിട്ടുള്ളത്. ഗെയ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചിലപ്പോൾ മേ ബി ഇത് എൻ്റെ അഭിപ്രായമായിരിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാനും എൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് അറിയാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.